Hello viewers, welcome back to my YouTube channel. ഞാനിപ്പോൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഈ ഈവനിങ് വാക്ക് എന്നുള്ളൊരു ശീലം എനിക്ക് ആക്ച്വലി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ബിക്കോസ് ഐ ഹാവ് ടു. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ ഇറങ്ങും. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു കമ്പാനിയനും കൂടെ ഉണ്ട്. അയാളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആളുമായിട്ട് ഞാൻ കൂട്ടാവുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഈ സാധനത്തിനെ പേടിയാന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് എൻ്റെ കമ്പാനി എന്നുള്ളത്. യെസ്, ഇറ്റ്സ് എ ഡോഗ്. ഹിസ് നെയിം ഈസ് കാസി. കാസീനെ ഞാൻ ആദ്യം കണ്ടപ്പോഴാണെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. കാസി വരുമ്പോൾ തന്നെ ഞാൻ സോഫയുടെ മണ്ടയിൽ കയറി ഇരിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കാസിനെ കാണണം, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കാസിനെ കാണണം. കാസിക്കും അതുപോലെ തന്നെയാണ്. കാസി എൻ്റെ അടുത്ത് പെട്ടെന്ന് കൂട്ടായി. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ബിക്കോസ് എനിക്ക് വേറെ ഒന്നും ഇവിടെ ആക്ച്വലി ചെയ്യാനില്ലാത്തപ്പം കാസീൻ്റെ അടുത്ത് സംസാരിക്കുക, കാസിനെയും കൊണ്ട് ഇതുപോലെ വാക്കിന് ഇറങ്ങുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കാസിനെ കാണിക്കാനാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാശി കം വന്നെടാ കാശി ഷുഡ്രാ വന്നെടാ. കാശി ഇതാണ് എൻ്റെ കാശി അല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് പട്ടീനെ പേടിയാന്നുള്ള കാര്യം. പട്ടിയുള്ളതിൻ്റെ അടുത്ത് പോലും സ്ഥലങ്ങളിൽ ഞാൻ നിൽക്കില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നപ്പം ഇടയ്ക്ക് ഇവരുടെ വീട്ടിൽ ഇതുപോലെ പോകുമ്പം ഈ വീട്ടിൽ ഉണ്ടാകുന്ന പട്ടികൾ അവരിതുപോലെ തന്നെ ഭയങ്കര നൈസാണ്, അവരുടെ അടുത്ത് നിൽക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇവരടുത്ത് വരുമ്പം അലറുമായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം അവരുടെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടും അവരുടെ അടുത്തൊന്നും ഇങ്ങനെ കൂട്ടായിട്ടില്ല. എനിക്ക് എപ്പോഴും പേടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പേരൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ മയത്തിലൊക്കെ നിൽക്കും. പക്ഷേങ്കിൽ നമുക്കറിയാലോ, ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യം നമുക്ക് ശീലമാവുന്നത്. അതുപോലെയാണ് ഈ കാസിയുടെ കാര്യം. അപ്പോൾ കാസി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ്. അല്ലെങ്കിൽ കാസീനെയും കൊണ്ട് ഇതുപോലെ നടക്കാൻ ഇറങ്ങുക, കാസീനെയും കൊണ്ട് ഓടാതെടാ, ഇതാണ് അവസ്ഥ. ഞാൻ ഇവൻ്റെ പിന്നാലെ ഓടണം. ഇത് ആക്ച്വലി എനിക്കൊരു ജോഗിങ് ഒക്കെ പോലെയാണ്. എനിവേയ്സ്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവനെയും കൊണ്ട് നടക്കാൻ. കാസി സ്റ്റോപ്പ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ. കാശി ഹായ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് വീഡിയോ ഇടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈ നോട്ട് കാസി ഒരു സബ്ജക്റ്റ് ആക്കിക്കൂടാ. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാസിയായിട്ട് ഞാൻ കൂട്ടായത് ഇറ്റ്സ് ലൈക്ക് എ ഹിസ്റ്ററി. എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്നെ ഒരു സബ്ജക്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. സോ കാസിനെ കൂടെ നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.